കരൂർ അപകടത്തിന്റെ ഉത്തരവാദിത്തം പ്രാദേശിക ഭരണകൂടത്തിനെന്ന് TVK അധ്യക്ഷൻ വിജയുടെ മൊഴി. വിവരങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരുന്നതായും വിജയ് മൊഴി നൽകിയിരുന്നു. ISROയുടെ PSLV-62 വിക്ഷേപണം പരാജയം. ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അന്വേഷണം ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളെ വഹിച്ച PSLV-62ന്റെ മൂന്നാം ഘട്ടത്തിലാണ് സാങ്കേതിക പിഴവുണ്ടായത്. 2025 മെയിലെ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയ്ക്കായുള്ള SITയുടെ കസ്റ്റഡി അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. രാഹുലിനെ ഹാജരാക്കാൻ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. പോലീസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജയുടെ അറസ്റ്റിനെ ചൊല്ലി BJP സംസ്ഥാന നേതൃത്വത്തിൽ ഭിന്നത. നടപടി സ്വീകരിക്കുന്നതിനെതിരെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ രംഗത്ത് വന്നു. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കി വ്യാജരേഖ ഉണ്ടാക്കിയതിൽ ഒന്നാം പേരുകാരനാണ് തന്ത്രി കണ്ഠരര് രാജീവെന്ന് ഡോക്ടർ KS രാധാകൃഷ്ണൻ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും അഹമ്മദാബാദിലെ സബർമതി ആശ്രമം സന്ദർശിച്ച് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ ആശ്രമത്തിൽ രാഷ്ട്രപിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇരു നേതാക്കളും സബർമതി നദീതീരത്ത് എത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ സൈറ്റായ ട്രൂത്ത് സോഷ്യലിൽ വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന പദവിയിൽ തന്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂത്ത് സോഷ്യലിൽ വന്ന പോസ്റ്റിൽ മിസ്റ്റർ ട്രംപിന്റെ ഔദ്യോഗിക ഛായാചിത്രവും തുടർന്ന് വെനിസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് 2026 ജനുവരിയിൽ അധികാരമേറ്റയാൾ എന്ന പദവിയും ഉണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിഷേധക്കാർക്കു വേണ്ടി ഇടപെടുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ടെഹ്റാൻ ഭീഷണിപ്പെടുത്തിയതോടെ ഇറാനിലെ UN ആക്രമണത്തിൽ 500-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഒരു അവകാശ സംഘടന പറഞ്ഞു. അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പിന്തുണച്ച് ഇറാൻ സർക്കാർ രാജ്യവ്യാപകമായി മാർച്ചുകൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പട്ടികയുടെ നിലവിലുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമായി തന്റെ ഐഡന്റിറ്റി സ്ഥാപിക്കുന്നതിനായി ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ട് മുൻ നാവികസേനാ മേധാവി അഡ്മിറൽ അരുൺ പ്രകാശിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. വിരമിച്ചതിനു ശേഷം ഗോവയിൽ സ്ഥിരതാമസമാക്കിയ അഡ്മിറൽ പ്രകാശ് ആവശ്യമായ വിവരങ്ങൾ ഉണർത്തുന്നില്ലെങ്കിൽ SIR ഫോമുകൾ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞു.